ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു എ പുതിയ വീഡിയോ. ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് ഒരു സോറിയാണ്. ഇന്ന് എൻ്റെ ഈ ഭാഗങ്ങളിൽ കറണ്ട് കട്ടിങ് ആയിരുന്നു. ഒരു 3 മണി കഴിഞ്ഞിട്ടേക്കാണ് കറണ്ട് വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ അപ്ഡേറ്റ്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് പെയ്ഡ് ഗ്രൂപ്പിലാണെങ്കിലും ഫ്രീ ഗ്രൂപ്പിലാണെങ്കിലും. ഇപ്പോൾ വന്നുള്ളൂ, ഇപ്പോൾ വീഡിയോ എടുക്കുന്ന ടൈമിൽ കറണ്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ എനിക്കൊന്ന് കൂടുതൽ ട്രേഡ്സ് ഇടാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ രാവിലെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, 7:30 അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ലെവൽസ് സിയും പിയും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ആണെങ്കിൽ 2 ലെവൽസ് വെച്ച് നമുക്ക് കിട്ടും. ഇത് കറക്റ്റായിട്ട് കേൾക്കാട്ടോ. ആ 2 ലെവൽസ് വെച്ച് നമുക്ക് കിട്ടും 2 പ്രൈസ്. ഒരു സ്ട്രൈക്കിലത്തെ 2 പ്രൈസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അവിടെ വരെ ട്രേഡ് നമുക്ക് എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഞാൻ ആകെ കൊടുത്തേണ്ടത് ആകെ ഒരു പ്രൈസാണ്. ഒറ്റ പ്രൈസിലാണ് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. കാര്യം ഫുൾ ടാർഗറ്റാണ്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിഫറൻസാണ് ഞാൻ പറയണത്. ഇങ്ങനത്തെ ഒരു സിനാരിയോസിൽ ഇപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഒരു ടെക്നിക്കൽ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം എൻ്റെ ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് വെച്ചാൽ ആ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കിട്ടും. അവിടെയാണ് ആ 2 ലെവൽസ് എടുക്കുന്നത്. ഇപ്പോൾ സ്റ്റോറീസിലല്ല ഞാൻ ലെവൽസ് ഇടുന്നത്, ബ്രോഡ്കാസ്റ്റ് ചാനലിലാണ് ലെവൽസ് ഇടുന്നത്. അപ്പോൾ അവിടെ ഉള്ളവർക്ക് അത് ആ 2 ലെവലിൽ ഏതിലാണെങ്കിലും ട്രേഡ് എടുക്കാൻ പറ്റും, കണ്ടീഷൻ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ. പക്ഷേ ടെലിഗ്രാമിൽ നമ്മളൊരു പ്രൈസാണ് കൊടുത്തത്. അപ്പോൾ അതിൻ്റേതായുള്ള ബുദ്ധിമുട്ടെന്നല്ല, എന്തായാലും പ്രോഫിറ്റാണ്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ 2ാമത്തെ ലെവൽ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പം അങ്ങനത്തെ ഒരു ഇഷ്യൂ വരും. എന്നാലും നമുക്ക് ഇന്നത്തെ കാര്യത്തേക്ക് പോകാം. ഇതാണ് നിഫ്റ്റി സ്പോട്ട് ചാർട്ട്. ഓൾറെഡി മാർക്കറ്റ് ഇന്നൊരു റെസിസ്റ്റൻസിൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്ത് അത് റെസിസ്റ്റൻസ് അടിയിലേക്ക് ബ്രേക്ക് ചെയ്ത് അടിയിലേക്ക് വരികയായിരുന്നു. പിന്നെ നമുക്ക് കാണുന്ന പോലെ ഒരു സപ്പോർട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ദെൻ ആ സപ്പോർട്ട് ബ്രേക്ക് ഇപ്പോൾ നടന്നിട്ടുണ്ട്. അതൊരു 3 മണിക്ക് ശേഷം നടന്നിട്ടുണ്ട്. ഇപ്പോൾ ബ്രേക്ക് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അതായത് പി ആക്റ്റീവായി നിൽക്കുന്ന സാഹചര്യമാണ് കാണുന്നത്. ഇപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ ഒരു ലോലിക്കാണ് ഇപ്പോൾ ഒന്ന് എത്തിയേക്കണത്. ഓൾറെഡി അതും ബ്രേക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. നാളെ എന്നല്ല, ഇനിയൊരു മൺഡേ ഒരു നമുക്ക് പി പ്രതീക്ഷിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ നിഫ്റ്റി വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് വരച്ച് പഠിക്കാവുന്നൊരു കാര്യം തന്നെ ഉള്ളൂ കേട്ടോ. ഇത് ചിലപ്പോൾ തെറ്റാവും, ചിലപ്പോൾ ശരിയാവാം. തെറ്റെന്നാണ് ശരിയായി വരിക. അപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ പഠിച്ച് വയ്ക്കാം. ഈ വരച്ച് പഠിക്കണ സംഭവം അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. നിങ്ങൾ എങ്ങനെ വരയ്ക്കണമെന്ന് നിങ്ങൾക്ക് അറിയുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പോൾ എൻ്റെ ഒരു വ്യൂ നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല. അതാണ് പ്രശ്നം. അപ്പോൾ നിങ്ങളത് വരച്ച് പഠിക്കുക. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ലെവൽസിൽ അത് വരും. അപ്പോൾ അതാണ് നിങ്ങളുടെ ലെവൽ. അത്ര ഉള്ള കാര്യം സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കണേൽ. പിന്നെ സ്ട്രൈക്കിൻ്റെ കാര്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ചാർട്ടിലെ ഓപ്ഷൻ ചെയിനിലെ സ്ട്രൈക്കുകളാണ് ഉദ്ദേശിക്കുന്നത്. ആ സ്ട്രൈക്ക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അതാണ്. ചിലർക്ക് ഇപ്പോഴും സ്ട്രൈക്ക് എന്ന് പറഞ്ഞറിയാത്തവരുണ്ട്. അപ്പോൾ അതാണ് സ്ട്രൈക്ക്. 24,500, 24,600, PE, ഇതൊക്കെയാണ് സ്ട്രൈക്കിൽ വരുന്നത്. അപ്പോൾ ഞാൻ ബേസിക്കലി ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിലത്തെ ഒരു മേജറായിട്ടുള്ള ലെവൽസാണ് ഞാൻ മാർക്ക് ചെയ്യണത്. അപ്പോൾ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല, അതായത് സ്പോട്ട് ചാർട്ടുമായിട്ട് ബന്ധപ്പെട്ട സംഭവമല്ല സ്ട്രൈക്ക് ചാർട്ടിൽ ഞാൻ വരയ്ക്കണത്. അപ്പോൾ അതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല സ്പോട്ട് ചാർട്ടായിട്ട് കേട്ടോ. അത് എക്സാക്റ്റ് പ്രൈസിലാണ് ട്രേഡ് വരുന്നത്. ഇപ്പോൾ 1 രൂപയിൽ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അത് 2 രൂപ ആവണം. അപ്പോൾ നമ്മൾ എടുക്കേണ്ട എൻട്രി 1 രൂപയിലാണ്. 1 രൂപയിൽ എടുത്താലേ നമ്മൾ 2 രൂപ ആവുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ആ 1 രൂപ തന്നെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് സ്ട്രൈക്കിൽ പറയണത്. ആ 1 രൂപ എങ്ങനെയാണ് കിട്ടണത്, അതൊക്കെയാണ് അവിടുത്തെ ടോപ്പിക്കുകൾ കേട്ടോ. നിങ്ങൾ എൻട്രി കറക്റ്റ് ആയാലാണ് നിങ്ങൾക്ക് ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് എന്നൊക്കെ പറഞ്ഞാൽ ഇടിക്കാൻ പറ്റുള്ളൂ. എൻട്രി കറക്റ്റ് അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് പി സൈഡ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. രാവിലത്തെ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഞാൻ രാവിലെ കൊടുത്ത ലെവൽസിലാണ് ട്രേഡ് ആക്ടിവേഷൻ നടന്നത്. ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്ത ലെവലുണ്ട്, ടെലിഗ്രാമിൽ കൊടുത്ത ലെവലുണ്ട്. രണ്ടിൻ്റെ വ്യത്യാസം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇതിൽ ഫസ്റ്റ് ട്രേഡ് നിഫ്റ്റിയാണ്. 24,550 PE ആണ്. അതിൽ ഫസ്റ്റ് ട്രേഡ് വന്നത് ഇവിടെയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. അതൊരു 10 മിനിറ്റ് കൊണ്ട് 10-35 പോയിന്റ് പോയിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡ് നമുക്ക് 35 പോയിന്റ് ഈ സൈഡ് ബിൽഡ് ചെയ്യാം. പിന്നെ അത് 50 പോയിന്റിലേക്കും പോയിട്ടുണ്ട്. അവിടെ അത് ട്രേഡ് തീർന്നു. പക്ഷേ ഈ 133.45 ആ ലെവൽ കിട്ടണമെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യണം. എന്നാലും നിങ്ങൾക്ക് ആ ലെവൽ കിട്ടുള്ളൂ. അവിടെയും ട്രേഡ് ആക്ടിവേഷൻ ആണ്. അതും 50 പോയിൻ്റാണ്. 1 വേ തന്നെയാണ് അത് വന്നത്. പക്ഷേ ഇവിടെ വരെയാണ്. ഇവിടെ വരെ ഒരു 49 പോയിന്റ് 1 വേയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇത്തിരി സ്ട്രഗിൾ ചെയ്തിട്ട് 50 പോയിന്റ് ആയിട്ടുണ്ട്. 1 പോയിന്റ് വ്യത്യാസമുള്ളൂ. പക്ഷേ അതാണെങ്കിലും 50 പോയിന്റ് ആവാൻ ടൈം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 ട്രേഡാണ് ആകെ ഇന്നുള്ളൂ കേട്ടോ. പിന്നെ മാർക്കറ്റ് നമുക്ക് കാണാം. പിന്നെ അങ്ങോട്ട് കൺസോൾട്ടേഷനാണ്. ഇത് 100 പോയിൻ്റൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്തു. അതിനുശേഷം ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് പിന്നെ ഒന്ന് കയറി. അപ്പോൾ നമുക്കിപ്പോൾ ഈ 2 ചാൻസ് ഉള്ളൂ മാർക്കറ്റിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഈ 2 ചാൻസും നമുക്ക് കിട്ടും. പക്ഷേ അതിനു വേണ്ടി നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചാലാണ് കാര്യം നടക്കുള്ളൂ. പ്രത്യേകിച്ച് ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ജോയിൻ ചെയ്താലാണ് കാര്യം നടക്കുള്ളൂ കേട്ടോ.
പിന്നെ ഇത് സെൻസസ് ആണ്. സെൻസസിലൊന്നും ചെയ്യാനില്ല. സെൻസസ് ഫസ്റ്റ് ട്രേഡ് മാത്രമാണ് ടെലിഗ്രാമിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ പ്രൈസ് അവർക്ക് അറിയില്ല, ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആ ടൈം കൊണ്ടൊക്കെ വൈഫൈ ഒക്കെ കട്ടായി പോയിട്ടുണ്ടായിരുന്നു, പിന്നെ കൊടുക്കാൻ സമയമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ രണ്ടാമത്തെ ട്രേഡ് അതാണ്. അത് 200 പോയിൻ്റ് തന്നെയാണ്. ഇനി അത് കിട്ടത്തില്ല, പ്രശ്നമൊന്നുമില്ല. ഫസ്റ്റ് ട്രേഡ് 1 വേയിൽ തന്നെ 200 പോയിൻ്റ് ആണ്. അപ്പോൾ ടോട്ടൽ 2 ട്രേഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. അപ്പോൾ സെൻസസിലെത്തിയും നിഫ്റ്റിയിലെത്തിയും ട്രേഡുകൾ ഞാൻ ഇപ്പോൾ കാണിച്ചു. ക്രൂഡ് ഓയിൽ പിന്നെ കൊടുത്തിട്ടില്ല. ക്രൂഡ് ഓയിൽ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാം. ക്രൂഡ് ഓയിൽ മൂവ്മെൻ്റ് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ മൂവ്മെൻ്റ് ഉണ്ട്, ചെറിയൊരു മൂവ്മെൻറ്റ് ക്രൂഡ് ഓയിൽ കാണിക്കുന്നുണ്ട്. ബിറ്റ് കോയിൻ്റെ ഗ്രൂപ്പിൽ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാറില്ല. അത് ഇത്തിരി ബിസിയാണ് കാര്യങ്ങൾ, അതുകൊണ്ടാണ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാത്തത്. ഡെൽറ്റ എക്സ്ചേഞ്ച് നിങ്ങൾ വിചാരിക്കണ മാതിരല്ല, അത് ഇത്തിരി ബ്രോക്കറേജ് കൂടുതലാണ്. ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പ്രോഫിറ്റ് തന്നെ നോക്കിയിട്ടിരിക്കണം, എന്നാലാണ് അതിൽ നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. SL ഇത്തിരി പ്രശ്നമാണ്. ഇന്ത്യൻ മണിക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് SL ഒക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനത്തെ 2 പ്രശ്നമുണ്ട് അതിൻ്റെ ഉള്ളു, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അതൊക്കെ എൻ്റെ കൺസേൺ ആണ്. അപ്പോൾ അതിനനുസരിച്ച് അവൈലബിൾ ആകുമ്പോൾ മീൻസ് ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനോട് ഞാൻ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന നേരത്തെ ഞാൻ ഇടാം, മനസ്സിലായില്ലേ? അപ്പോൾ ടോട്ടൽ ഇത്രയും കാര്യമാണ് പറയാനുള്ളത്. ഇന്നെന്തായാലും എല്ലാവർക്കും ഒരു നല്ല ദിവസം തന്നെയായിരിക്കും. നമ്മൾ ആ ഒറ്റ ട്രേഡ് കൊണ്ട് തന്നെ നമുക്ക് പ്രോഫിറ്റിക്ക് വരുന്ന ദിവസമാണ്. നമുക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. എല്ലാവരും മാക്സിമം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം കമൻറ്റ് ചെയ്യുക. വീഡിയോയുടെ എൻഗേജ്മെൻറ്റ് വർദ്ധിപ്പിക്കാൻ നിങ്ങളുടെ ഒരു സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ നമുക്ക് തിങ്കളാഴ്ച കാണാം. ഓക്കെ, ബൈ.